ആധുനിക ഡെന്റിസ്ട്രിയും പഴയ ഡെന്റിസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ കുറച്ചു മുമ്പ് എന്നോട് ചോദിച്ചില്ലേ എന്തുകൊണ്ട് ആളുകളോട് പ്രിഫർ ചെയ്യുന്നു? അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇതും. ആ, ആധുനിക ഡെന്റിസ്ട്രിയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. പഴയ ഡെന്റിസ്ട്രിയിൽ ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കാം. പല്ലടയ്ക്കണം. പണ്ട് ജസ്റ്റ് മിക്സ് ചെയ്യുന്നു, എന്തോ ഒന്ന് കുഴച്ചു വരുന്നു, പല്ലിലേക്ക് വെക്കുന്നു, പ്രസ് ചെയ്യുന്നു, കടിപ്പിക്കുന്നു, ടാറ്റ, തീർന്നു, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് ബയോമൈമെറ്റിക് റെസ്ട്രേഷൻസ് ആണ് സ്പെഷ്യാലിറ്റി വരുന്നത്. അതായത് US സ്റ്റാൻഡേർഡ്സിൽ തന്നെ നമുക്ക് ഫില്ലിംഗ് ചെയ്യാം. അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫില്ലിംഗ് മെറ്റീരിയൽസ്, പിന്നെ പല്ലിന്റെ അതേ ആകൃതിയിൽ എടുത്ത് മാറ്റാൻ, അതായത് പല്ലിന്റെ ഒരു ഭാഗം പോകുമ്പോൾ അത് പല്ലിന്റെ അതേ ഷേപ്പിൽ, പല്ലിന്റെ അതേ ഫിസിക്കൽ പ്രോപ്പർട്ടീസുമായിട്ട് സിമുലേറ്റ് ചെയ്ത് അതിനെ റിക്രിയേറ്റ് ചെയ്യാൻ, ഗംസിൽ കേടുവരാതെ റിക്രിയേറ്റ് ചെയ്യാൻ ബയോമൈമെറ്റിക് റെസ്ട്രേഷൻസ് ഉണ്ട്. അത് ഒരു എക്സാമ്പിൾ മാത്രം. അതുപോലെ തന്നെ റൂട്ട് കനാലിലാണേലും പണ്ട് 4-5 സിറ്റിങ്ങിൽ നമ്മുടെ ഹാൻഡ് ടെക്നിക് യൂസ് ചെയ്ത് ചെയ്യുന്ന റൂട്ട് കനാലേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലീനിങ് എയ്ഡ്സ് ഒന്നും ഇത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. അതേപോലെ ഫില്ലിംഗ് മെറ്റീരിയൽസ് ഇത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. അതേപോലെ പല്ല് കമ്പിയിടുന്ന ഓർത്തഡോണ്ടിക്സിൽ അതിൽ പല്ല് കമ്പിയിടുക എന്നാണ് പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്നത് അലൈനേഴ്സ് ആയി മാറി. സമയത്ത് ഊരി വെച്ചിട്ടും കഴിക്കാം. പല്ല് കമ്പിയിടുമ്പോൾ അങ്ങനല്ല. അത് മോണയുടെ സർജറീസ്, ഗം സർജറീസ് എല്ലാം ഓപ്പൺ ചെയ്ത് ചെയ്യുന്ന സർജറീസ് ആയിരുന്നു പണ്ട്. ഇന്ന് ബ്ലഡ് ഒന്നും വരാതെ ചെയ്യുന്ന ലേസർ സർജറീസ് ഉണ്ട്. പിന്നെ ഇംപ്ലാന്റ്സ്. ഇപ്പോൾ ഒരു പല്ലും ഇല്ലാത്തവർക്ക് പണ്ട് സെറ്റ് പല്ല് വെക്കുക എന്ന് പറയും, എടുത്തു മാറ്റുന്ന. ഇന്ന് നമ്മൾ അതിന് പകരം ഫുൾ മൗത്ത് നമുക്ക് റീഹാബിലിറ്റേഷൻ ചെയ്തു കൊടുക്കാൻ പറ്റും.